വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി കർഷകരെ ആദരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. മുണ്ടിയേരുമ താലൂക്ക് കാർഷിക സമിതിയുടെ നേതൃത്വത്തിൽ ചേമ്പളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന ഇൻഫാം അംഗങ്ങളുടെ കുടുംബസംഗമത്തിൽ 80 കഴിഞ്ഞ കർഷകർക്ക് വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചു. ഇൻഫാം അംഗങ്ങളോ അംഗങ്ങളുടെ മാതാപിതാക്കളോ ആയ 80 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് ഇൻഫാം അവാർഡ് നൽകി ആദരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ചേമ്പളത്ത് ആദരവ് സംഘടിപ്പിച്ചത്. കർഷകരെ ആദരിക്കുന്നതിന്റെ ഉദ്ഘാടനം കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന കാർഷിക സമ്മേളനത്തിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിച്ചു. ഭാര്യയുമെല്ലാം ഇൻഫാം എന്ന സംഘടനയുടെ അംഗങ്ങളാണ്. ഇൻഫാം അംഗത്വം കൊടുത്തിരിക്കുന്നത് ഒരു കുടുംബത്തിനാണ്. അപ്പോൾ ആ കുടുംബ സമ്മേളനം ഇന്ന് വളരെ പ്രസക്തമാണ്. ആ കുടുംബ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്കെല്ലാം പിന്നീട് വിവിധ കാർഷിക താലൂക്ക് സമിതികളുടെ നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ചേമ്പളത്ത് ആദരവ് സംഘടിപ്പിച്ചത്. ഇൻഫാം ദേശീയ ചെയർമാൻ റവറൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ റവറൻ തോമസ് പട്രകാലായിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഇൻഫാം മുണ്ടിയേരുമ താലൂക്ക് കാർഷിക സമിതി ഡയറക്ടർ റവറൻ ഫാദർ തോമസ് ഞള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ഇൻഫാം ചേമ്പളം യൂണിറ്റ് രക്ഷാധികാരി റവറൻ ഫാദർ ജെയിംസ് വെൺമാന്ത്ര വീർ കിസാൻ ഭൂമിപുത്ര അവാർഡുകൾ കർഷകർക്ക് വിതരണം ചെയ്തു. സണ്ണി കൊച്ചുകാലായിൽ, ജോർജ് മുള്ളൂർ, സെബാസ്റ്റ്യൻ മുക്കുങ്കൽ, സജി വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന.